വിശ്വാസം വളരെ നല്ലതാണ്. ദൈവവിശ്വാസികൾ എപ്പോഴും അങ്ങനെയുമാണ്. ആ ദൈവവിശ്വാസത്തിന്റെ തണലിൽ നിൽക്കുമ്പോൾ അറിയാതെ അതിനകത്തെത്തപ്പെടുന്ന കള്ളന്മാരെയോ കൊള്ളക്കാരെയോ നമുക്ക് തിരിച്ചറിയാനും കഴിയില്ല. അങ്ങനെ പറ്റിക്കപ്പെടുന്നവർ അനവധിയുണ്ട്. അത്തരത്തിൽ സ്വർണ്ണപ്പാളി വിഷയം വലിയ ഒരു പറ്റിപ്പിന്റെ ചരിത്രം കൂടി നമുക്ക് മുന്നിൽ തുറക്കുന്നുണ്ട്. ഇവിടെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഓരോരുത്തരായി ജയിലഴിക്കുള്ളിൽ പോകുമ്പോൾ അടുത്ത അറസ്റ്റ് ആരുടേതായിരിക്കും എന്നുള്ള ചോദ്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇവിടെ പത്മകുമാറിലെത്തി നിൽക്കുന്ന അറസ്റ്റും അതിനുശേഷം കടകംപള്ളിയിലേക്കോ പിണറായിലേക്കൊക്കെ പോയേക്കാം എന്ന് പറയപ്പെടുന്ന അറസ്റ്റിന്റെ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നടൻ ജയറാം അറസ്റ്റിലേക്കാകുവാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല. ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിന്റെ അടക്കം മൊഴിയെടുക്കാൻ പോകുന്നു. സാക്ഷി എന്ന നിലയിലാകും മൊഴിയെടുക്കുക. പക്ഷേ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ആ മൊഴികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എന്തെങ്കിലും പുറത്തു വന്നാൽ അത് ജയറാമിന് തന്നെ കുരുക്കാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത്തരത്തിൽ ഉണ്ടാകുമോ ഉണ്ടാകില്ലേ എന്നൊക്കെ മൊഴിയെടുക്കലിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും. ജയറാമിന്റെ സൗകര്യം തേടിയാകും മൊഴിയെടുക്കൽ നിശ്ചയിക്കുക. ശബരിമല വിവാദത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളിയുമായിട്ട് ചെന്നൈയിൽ പോയി ചടങ്ങ് സംഘടിപ്പിച്ചതിന്റെ വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നല്ലോ. അതെല്ലാവരും അറിഞ്ഞതുമാണല്ലോ. അങ്ങനെയാണ് നടൻ ജയറാമിനെയും ഗായകൻ വീരമണി രാജുവിനെയും ഒക്കെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ജയറാമിനെയും വീരമണി രാജുവിനെയും കൊണ്ട് പൂജ നടത്തുകയും ചെയ്യിപ്പിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി. മാത്രമല്ല ജയറാമിന്റെ വീട്ടിലും സ്വർണ്ണപ്പാളി എത്തിച്ചു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിലാണ് ജയറാമിന്റെ മൊഴിയെടുക്കുന്നത്. ഞാൻ അവിടെയാണ് പറഞ്ഞത് വിശ്വാസം നല്ലതാണ്. ജയറാം ഒരു വലിയ വിശ്വാസിയാണ്, ദൈവവിശ്വാസി. ദൈവത്തിനോട് കരഞ്ഞ് താണു വീണ് കീണപേക്ഷിക്കുന്ന ജയറാമിന്റെ പല ചിത്രങ്ങളും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ദൈവത്തിനോട് ഇത്ര അകമഴിഞ്ഞ് കണ്ണീരോടുകൂടി നിൽക്കുന്ന ജയറാമിനെ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസത്തെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. അദ്ദേഹത്തിന്റെ ആ വിശ്വാസത്തെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുതലെടുത്തത് എന്നുള്ളതാണ്. ജയറാമിന്റെ വീട്ടിൽ വരെ ഈ സ്വർണ്ണപ്പാളി കൊണ്ട് എത്തിച്ചു എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഇത്തരത്തിൽ ലഭിക്കാവുന്ന വലിയ ഭാഗ്യങ്ങൾ, മഹാഭാഗ്യങ്ങൾ ആരെങ്കിലും കളയുമോ എന്നാണ് അന്ന് ജയറാം ഇതിനോട് പ്രതികരിച്ചത്. തീർച്ചയായിട്ടും. കാരണം പരമപവിത്രമായിട്ടുള്ള ശബരിമല ധർമ്മശാസ്താവിന്റെ ആ ക്ഷേത്രത്തിൽ നിന്നും അവിടെ ഇരിക്കുന്ന കട്ടളപ്പാളികൾ, സ്വർണ്ണപ്പാളികളൊക്കെ നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇവ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിശ്വാസിയാണെങ്കിൽ അവന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പരമപുണ്യമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുവാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചത്. പണം കൈപ്പറ്റിക്കൊണ്ട് ജയറാമിന്റെയും വീരമണിയുടെയൊക്കെ വീടുകളിലേക്ക് ഈ സാധനം കൊണ്ടുപോകുന്നു, ഈ സ്വർണ്ണപ്പാളികൾ എത്തിക്കുന്നു, അവിടെ വെച്ച് പൂജ നടത്തുന്നു. ആ പൂജകൾക്ക് ശേഷം പണം അടിച്ചു മാറ്റി തിരികെ പോകുന്ന ഉണ്ണികൃഷ്ണനെ നമുക്ക് കാണാൻ കഴിയും. ഇനി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ജയറാമിന്റെ മൊഴികളിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ജയറാമിന്റെ മൊഴിയെടുക്കാൻ പോകുന്നത്. സാക്ഷിയായിട്ടാണ് വിസ്താരം. സാക്ഷി പ്രതിയാകുവാനും അധിക സമയം വേണ്ട എന്ന് കൂടി പറയട്ടെ. എന്തായാലും ജയറാമിന് പറയുവാനുള്ളത് ജയറാം SITയോട് പറയട്ടെ. ഈ സ്വർണ്ണപ്പാളിയുടെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി പൂർത്തിയാക്കി തിരിച്ചു കൊണ്ടുവരുന്ന അതിനിടയിലാണ് പലയിടത്തും ഇതിനെ ഇറക്കി വെച്ച് പണം ഈടാക്കുന്ന തരത്തിൽ ഇതിന്റെ പ്രദർശനം നടത്തി വരുമാനമുണ്ടാക്കി എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയുള്ള ആരോപണം ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള പരിപാടികൾ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടപ്പിലാക്കിയതും. അങ്ങനെ കണ്ണിൽ കണ്ടാൽ അറിയുന്ന നടന്മാർക്കെതിരെയും വ്യവസായികളുടെ വീടുകളിലേക്കും ഇവ കൊണ്ടുപോയി ലക്ഷങ്ങൾ കൈപ്പറ്റി, ആ ലക്ഷങ്ങൾ കൈപ്പറ്റി കോടികൾ സമ്പാദിച്ചവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെയാണ് ഇതേ അവസ്ഥയിലേക്ക് ജയറാമിന്റെ വീട്ടിലേക്കും ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് എന്നുള്ളതാണ്. അവിടെ നിന്ന് ചിലപ്പോൾ ജയറാമിനെയും പറ്റിച്ചു കാണും. അത്തരത്തിൽ ഒരുപാട് രൂപ അദ്ദേഹത്തിന്റെ ലക്ഷങ്ങൾ സമ്പാദിച്ചു കാണും. പല വ്യവസായികളുടെ കയ്യിൽ നിന്നും 50 ലക്ഷവും 25 ലക്ഷവും വരെ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ട് പ്രദർശിപ്പിക്കുന്നതിനും വീടുകളിൽ ദർശനം നടത്തുന്നതിനും വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ, ആരോപണങ്ങൾ അടക്കം വരുന്നുണ്ട്. 2019 ദൃശ്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നത്. ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ കട്ടിള എന്നെല്ലാം അവകാശപ്പെട്ടുകൊണ്ട് ആമ്പത്തൂരിലെ ഫാക്ടറിയിലാണ് ഇതിന്റെ പ്രദർശനവും പൂജയും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം സംഘടിപ്പിച്ചത്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചിട്ടാണ് ജയറാം അടക്കം അതിനകത്തേക്ക് പങ്കെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വെച്ചാണ് താൻ പരിചയപ്പെടുന്നത് എന്നും മാസപൂജയ്ക്ക് പോകുമ്പോൾ അവിടെ വെച്ച് കാണാറുണ്ട് എന്നും അദ്ദേഹമാണ് ശബരിമലയിലേക്ക് പോകുന്ന ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയുടെ പൂജ നടക്കുന്നു എന്ന് പറഞ്ഞത് എന്നും അപ്പോൾ അതുകൊണ്ട് താൻ അവിടേക്ക് പോവുകയാണ് ചെയ്തതെന്നും ജയറാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അമ്പത്തൂരിലെ പൂജയ്ക്ക് ശേഷം കട്ടിളപ്പടി തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നുകൂടി ജയറാം ഇതിനോടൊപ്പം പറയുന്നുണ്ട്.
തന്റെ വീട്ടിൽ കട്ടിളപ്പടിയുടെ എല്ലാ ഭാഗങ്ങളും ഇറക്കിയില്ല എന്നും ഏതാനും ഭാഗങ്ങൾ ഇറക്കുകയും പൂജാമുറിയിൽ വെച്ച് ആരതി ഒഴുകുകയും ചെയ്തു എന്നും അതിനുശേഷം നേരെ ശബരിമലയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ജയറാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ പക്കൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല എന്ന് ജയറാം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സാഹചര്യത്തിലാണ് ഇനിയുള്ള ഒരു മൊഴിയെടുക്കലിന്റെ ആവശ്യകത വരുന്നത്. അന്ന് പറഞ്ഞത് നേരാണോ അത് നുണയാണോ എന്നുള്ളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഇനി നടൻ ജയറാം അല്ല, ആരാണെങ്കിലും സത്യം പറഞ്ഞേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മൊഴിയെടുക്കുന്നത്. വീരമണിയുടെ മൊഴിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അന്ന് ഈ വിവാദം ഉണ്ടായപ്പോൾ തന്നെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജയറാമിനെതിരെ വരുന്ന ആരോപണങ്ങൾ അന്നൊരു വിശദീകരണമായിട്ട് നടൻ ജയറാം എത്തിയത് എങ്ങനെയാണ്? അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ശബരിമലയിലേക്ക് നിർമ്മിച്ചു നൽകിയ സ്വർണ്ണവാതിൽ ചെന്നൈയിൽ വെച്ച് പൂജ ചെയ്ത് തന്റെ വീട്ടിലല്ല എന്നും സ്വർണം പൂശിയ കമ്പനിയിലെ ഓഫീസ് റൂമിൽ വെച്ചായിരുന്നു എന്നാണ് അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ അന്ന് ആരോപണ വിധേയനായിട്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് തന്നെ പൂജയിലേക്ക് ക്ഷണിച്ചതെന്നും ഇതൊരു വിവാദമാകുന്നുവെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നൊക്കെയാണ് അന്ന് ജയറാമിന്റെ വാദം എന്ന് പറയുന്നത്. ചെന്നൈയിലുള്ള അമ്പത്തൂരിലെ ഒരു സ്വർണ്ണവാതിൽ നിർമ്മിച്ച കമ്പനിയുടെ ഫാക്ടറിയിൽ വെച്ച് നടത്തിയ പൂജയിൽ ജയറാമിന് പങ്കെടുക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ജയറാമിനെ വിളിക്കുന്നത്. അതിനുശേഷം ശബരിമലയിലേക്ക് പോകുന്നതിന് മുൻപ് അവിടെ വെച്ച് ഒരു പൂജയുണ്ട് എന്ന് അറിയിക്കുന്നു. അപ്പോൾ ഒരു അയ്യപ്പ ഭക്തന് എന്ന നിലയിൽ അതൊരു മഹാഭാഗ്യമായിട്ട് കരുതി താൻ അവിടെ എത്തിച്ചേരുകയാണ്. അപ്പോൾ താനാണ് വീരമണി സ്വാമിയെ വിളിപ്പിച്ചതും വീരമണി പാട്ടുപാടുകയും താൻ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുകൂടി ജയറാം പറയുന്നുണ്ട്. അപ്പൊ കൂടാതെ ഈ പൂജയിൽ താൻ ദക്ഷിണ പോലും നൽകിയിട്ടില്ല, പൂജ ചെയ്യണമെന്ന് ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നും താൻ പങ്കെടുക്കുന്ന പൂജയിലൂടെ അയ്യപ്പനെ കൊണ്ടുപോകാൻ സാധിച്ചത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു എന്നുള്ളതാണ്. ഇതൊന്നും ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങളൊന്നും ആകുമെന്ന് പ്രതീക്ഷിച്ചതായിട്ട് ഒന്നും ജയറാം ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയുന്നുമില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്റെ ബന്ധം അതെന്താണ് എന്നുള്ളതും ഏതു തരത്തിലുള്ള പരിചയമാണ് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മാസ പൂജയ്ക്ക് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ ശബരിമലയ്ക്ക് പോകുമ്പോൾ അവിടെ വെച്ച് കാണുന്നു. എല്ലാ വർഷവും മകരവിളക്കിന് കാണാറുണ്ട്. സമൂഹ വിവാഹം, സൈക്കിൾ വിതരണം തുടങ്ങിയ പോറ്റിയുടെ മറ്റു പ്രവർത്തനങ്ങൾക്ക് ഒക്കെ അദ്ദേഹം ജയറാമിനെ വിളിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു. ശബരിമലയിലേക്കുള്ള സ്വർണ്ണപ്പാളിയോ സ്വർണ്ണവാതിലോ വീട്ടിലേക്ക് പൂജയ്ക്കായി കൊണ്ടുവന്നിരുന്നോ എന്ന ചോദ്യത്തിന് പോലും അങ്ങനെയുള്ള ഭാഗ്യം ആരെങ്കിലും വന്നാൽ തന്നെ കിട്ടിയാൽ തന്നെ വേണ്ടെന്ന് വയ്ക്കുമോ എന്നാണ് ജയറാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറയുക. അപ്പൊ മുൻപും ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നടസമർപ്പണം നടത്തുന്നതിനായിട്ട് മുൻപ് അവിടെ വെച്ച് പൂജയ്ക്ക് വെച്ചപ്പോൾ താൻ പോയി തൊഴാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നു എന്നുകൂടി നടൻ ജയറാം പറയുന്നുണ്ട്. അപ്പോൾ ജയറാമിന് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലേ അമിത ഭക്തിയുണ്ട്, അമിതമായിട്ടുള്ള വിശ്വാസമുണ്ട്. മാത്രമല്ല അദ്ദേഹം വിനീത വിധേയനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ, അതെല്ലാവർക്കും അറിയാം. അയ്യപ്പനോട് പോലും അത്തരത്തിൽ വിനീത വിധേയനായിട്ട് നിൽക്കുന്ന ഫോട്ടോകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ആ വിനീത വിധേയനെ ഒന്ന് നമ്മുടെ കേരള പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം പണമൊന്നും കൊടുത്തിട്ടില്ല, ഒരു ദക്ഷിണ പോലും കൊടുത്തിട്ടില്ല എന്ന് പറയപ്പെടുന്ന ആൾ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ആവശ്യമാണ്, ഹൈക്കോടതിയുടെ നിർബന്ധമാണ്. അങ്ങനെ വരുമ്പോൾ നടൻ ജയറാമിന് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചോ നമ്മുടെ സാധാ പോലീസിന്റെ അന്വേഷണം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞുകൊണ്ടോ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ സത്യം പറഞ്ഞേ മതിയാകൂ മിസ്റ്റർ ജയറാം. അതുകൊണ്ട് തന്നെ ജയറാമിനെ കൂടി ഇപ്പോൾ സാക്ഷിയായിട്ടാണ് വിസ്തരിക്കുന്നത്. ആ വിസ്തരിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ പോകുന്നത്, ആ മൊഴിയെടുക്കലിൽ ഏതെങ്കിലും തരത്തിൽ ഇവരുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ജയറാമിന്റെ കാര്യത്തിൽ തീരുമാനമാകും. കാരണം ജയറാമും ഇത്തരത്തിൽ റിമാൻഡിലേക്ക് പോവുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.